പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂക്കുരുവൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മൂക്കുരുവൊക്കെ വന്ന പാടുകളൊക്കെ മാറുന്നതിന് സഹായിക്കുന്ന, അതുപോലെ തന്നെ മൂക്കുരുവൊക്കെ വരാതിരിക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ടിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളിടുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പം വളരെ കുറഞ്ഞ, അതായത് നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്, എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ്. കാരണം ഞാൻ ചെറിയ ജീരകം വറുത്ത് പൊടിക്കുന്നതൊക്കെ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് ഇടാഞ്ഞത്. ഇപ്പോൾ ഇത് ചെറിയ ജീരകം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം അത് നമുക്കൊരു പാനിലെങ്ങാനും ഇട്ട് വെണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഇത് വറുത്തെടുക്കണം. ചെറിയ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട്, ചെറിയ ജീരകത്തിൻ്റെ കാര്യം എന്നറിയാം, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ചെറിയ ജീരകം. അപ്പോൾ ഇത് പെരിഞ്ജീരകമല്ല, മസാലയുടെ കൂടെ കിട്ടുന്ന പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം, അതായത് ജീരകം എന്നൊക്കെ പറയും. ഇത് നമ്മൾ കറിക്കൊക്കെ അവിയലിനും ഒക്കെ ഇടുന്ന ആ ജീരകമാണിത്. അതെടുത്ത് ഞാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൈരാണ്. നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ പാലെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാലും തൈരും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടറോ തേനോ എടുക്കാവുന്നതാണ്. ഇത് രണ്ടിലേതെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ 3-4 കൂട്ടത്തിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിലോ അതില്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്തോ അങ്ങനെ കുറച്ച് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. കാരണം ചില ആൾക്കാർക്ക് ഈ ജീരകം അലർജി ആയിട്ടുള്ളതായിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ, എനിക്കറിയാവുന്ന കുറേ പേർക്കൊക്കെ അലർജി ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ മുഖക്കുരു മാത്രമല്ല, ചെറിയ കുരുകുരാന്ന് ചിലരുടെ മുഖത്തൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുന്ന ആ കുരുക്കളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത്, ഈ ചെറുജീരകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഈ ചെറിയ ജീരകത്തിൽ നിന്നും കുറച്ചെടുത്ത് കൊടുക്കുക. എൻ്റെ മുഖത്ത് മുഖക്കുരു ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ തോനെയൊന്നും എടുക്കുന്നില്ല. കുറച്ചെടുത്ത് ഞാനിപ്പോൾ ഇതുപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഏകദേശം ഇത്രയ്ക്കും വേണ്ടിയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടു. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തൈരെടുക്കാം. തൈരും കൂടി എടുത്ത് നമുക്കിതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മുഖക്കുരുവൊക്കെ ഉണ്ട്, നല്ല നിറച്ച് മുഖക്കുരുവൊക്കെയാണ്, പഴുത്തിങ്ങനെ നിൽക്കുന്ന മുഖക്കുരുവൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ചിഷ്ടയും കൂടി എടുക്കാം. കുറച്ച് മഞ്ചിഷ്ടയും കൂടി എടുത്താൽ ഒരുപാട് ഗുണമാണ്. കാരണം പെട്ടെന്ന് അതൊക്കെ ഒന്ന് മാറുന്നതിന് സഹായിക്കും. ഇത് നമ്മൾ ഇന്ന് തന്നെ മുഖക്കുരു ഒന്നും മാറി കിട്ടത്തില്ല. ഇത് നിരന്തരം, അതായത് ദിവസേന നമുക്കൊരു 7 ദിവസമൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ 7 ദിവസം അടുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കണം. അടുപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട് ദോഷമൊന്നുമില്ല. ആദ്യത്തെ ഒരു ദിവസം മാത്രം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഉണ്ടോ, ഇതേപോലെ എടുത്തിട്ടുണ്ട്. മഞ്ചിഷ്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഗുണമാണ്. ഒരുപാട് മുഖക്കുരുവൊക്കെ ഉണ്ട്, നിറച്ച് മുഖക്കുരുവൊക്കെയാണ്, പഴുത്തൊക്കെ നിൽക്കുന്ന മുഖക്കുരുവൊക്കെ ആണെങ്കിൽ മഞ്ചിഷ്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറുന്നതിനും അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന പാടുകൾ മാറുന്നതിനും വളരെയധികം സഹായിക്കും. ഇതും കുറച്ച് മുഖക്കുരുവൊക്കെ ഉള്ളൂ. മുഖക്കുരു ഇതൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, വരാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇത് മാത്രമായാലും നല്ലതാണ്. കുറച്ച് മുഖക്കുരു, ഒരുപാട് മുഖക്കുരു ഉണ്ടെങ്കിലാണ് നമ്മൾ മഞ്ചിഷ്ടയും കൂടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും എല്ലാവർക്കും മുഖക്കുരുവൊക്കെ ധാരാളമായിട്ട് വരുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കണം.
തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഏകദേശം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അത്ര നല്ല മാറ്റം നമുക്ക് ഈ ചെറുജീരകത്തിൻ്റെ പൊടി കൊണ്ട് തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ.